ഏറ്റവും പ്രിയങ്കരനായ ശ്രീ ജോണി സ്റ്റീഫൻ, പ്രിയപ്പെട്ട ആം ആദ്മി സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് കേജ്രിവാൾജി അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അന്യായമായിട്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാകും. കാരണം അവർ വിചാരിച്ചതുപോലെ കേജ്രിവാളിനെ ഒതുക്കാം, ഡൽഹിയുടെ ഭരണം പിടിച്ചെടുക്കാം എന്നൊക്കെ വിചാരിച്ചെങ്കിലും ജയിലിലിരുന്ന് ഭരണം നിയന്ത്രിക്കുന്ന, ഡൽഹി ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമ്മൾ എല്ലാവരും പിന്നീട് കണ്ടത്. കാരണം BJP ഇപ്പോൾ ഞെട്ടിയിരിക്കുകയാണ്. ജയിലിന് പുറത്തുള്ള കേജ്രിവാളിനേക്കാൾ ശക്തിമാനാണ് ജയിലിനകത്തിരിക്കുന്ന കേജ്രിവാള്. കാരണം അത്ര സത്യസന്ധനായ, അല്ലെങ്കിൽ അഴിമതിക്കെതിരെ നിരന്തരം പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരാളെ അഴിമതിയുടെ പേരില് കുടുക്കി ജയിലിലോട്ട് അയച്ച് അവർക്ക് ഭരണം പിടിച്ചെടുക്കാമെന്നത് അവരുടെ ഒരു വ്യാമോഹം മാത്രമാണ്. കാരണം അഴിമതി നടത്താനായിരുന്നെങ്കിൽ 2 ടേം, അതായത് ഒരു 10 വർഷത്തിനിപ്പുറം കേജ്രിവാൾ മുഖ്യമന്ത്രി ആയപ്പോൾ 3600 കോടി കടമുണ്ടായിരുന്നത് കേജ്രിവാൾ മുഖ്യമന്ത്രി ആയ ശേഷം 10 വർഷത്തിനിപ്പുറം അത് കടം വീട്ടിയ ശേഷം 14,000 കോടിയായി ആ കടം നീക്കിയിരിപ്പായിട്ടുണ്ട്. എത്രയോ പ്രാവശ്യം ED വീട്ടിലും ഓഫീസിലും കയറി ഇറങ്ങി പല പ്രാവശ്യം റെയ്ഡ് നടത്തിയെങ്കിലും ഒരു കള്ളപ്പണം പോലും പിടിച്ചെടുക്കാനായില്ല. പക്ഷെ എന്നിട്ടും കള്ളക്കേസിൽ കുടുക്കി നമ്മുടെ കേജ്രിവാളിനെ, നമ്മുടെ നേതാവിനെ അവര് ജയിലിലോട്ട് അയച്ചിരിക്കുകയാണ്. രാഷ്ട്രീയപരമായും വ്യക്തിപരമായും നമ്മുടെ ആം ആദ്മി പാർട്ടിയെ തകർക്കാനും കേജ്രിവാളിനെ തകർക്കാനുമാണ് അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു കേജ്രിവാളിന് പകരം 1000 കേജ്രിവാൾ മാൾ ഉയർത്തെഴുന്നേൽക്കും എന്നതിന്റെ ഒരു ഉദാഹരണമാണ് ഇന്ന് ജോണീസ് ഇവിടെ നടത്തുന്ന ഉപവാസ സമരം. അതിനും നമ്മുടെ എല്ലാവരുടെയും ഐക്യദാർഢ്യം, അതായത് കരിങ്കുന്നംകാരുടെയും തൊടുപുഴ നിയോജക മണ്ഡലത്തിന്റെയും എല്ലാവിധ പിന്തുണകളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ആം ആദ്മി, ഇൻക്ലാബ് സിന്ദാബാദ്, ജയ് കേജ്രിവാൾ.